എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഡാൻസില്ലേ, ആടാടെന്നുള്ളത്, അത് കണ്ടപ്പോൾ തൊട്ട് ഒരു സ്പിരിറ്റ് എന്നിലേക്ക് കയറിയിട്ടേ അതൊന്ന് കളിച്ചേ മതിയാവും. അപ്പോൾ ഞാനിങ്ങനെ പാറിനോട് പറയും, പാറുമോ കളിച്ചൊന്നും കാണിക്കണ്ട, അല്ലാതെ അമ്മയ്ക്ക് സ്റ്റെപ്പ് പറഞ്ഞു തരുമോ, അമ്മയ്ക്ക് ആ ഡാൻസ് കളിക്കുന്നതോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ കുളിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ശരാശരി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ആരംഭിച്ചു. കുടുകുടാന്നങ്ങോട്ട് വിയർത്തൊഴുകി. കാരണം അത്ര നിസ്സാരമല്ലത്. നമ്മൾ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ, നല്ല എന്താ പറയുക, നല്ല സ്പിരിറ്റോട് കൂടിയിട്ട് ആളുകൾ അത് കളിക്കുന്നു. പക്ഷെ നമ്മളൊരു ചോട് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുക. ഞാനങ്ങനെ വിയർത്തൊഴുകി ആ ഡാൻസ് ഒരു 5-10-15 മിനിറ്റ് ആ സമയത്ത് ചെയ്തപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അമ്മമാരില്ലേ, അവർക്കൊക്കെ ഇതുപോലെയുള്ള ഡാൻസുകളൊക്കെ ഒന്ന് ചെയ്താലുണ്ടല്ലോ, സ്ഥിരമായിട്ട് ചെയ്താൽ, ഈ സൂംബ പോലെ ഒക്കെ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ശരീരത്തിന്. കാരണം നമ്മുടെ ശരീരം ഒന്ന് വിയർത്ത് പോയാൽ തന്നെ അല്ലേ, ശരീരം വിയർക്കണം എന്നാണല്ലോ പറയുക. സാധാരണ ഒരു വീട്ടമ്മ ഒരു വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പറഞ്ഞ് നടന്നാലും വിയർക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, വിയർക്കില്ല. അപ്പം ഈ AC-യും ഫാനും ഒക്കെ കൂടെ ഉള്ള വീടുകളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ആ സമയത്ത് ഇതുപോലെയുള്ള ഡാൻസൊക്കെ വീഡിയോ ഇട്ടിട്ട് അതിനനുസരിച്ച് ചുവടുകൾ വെച്ചാൽ, ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പാറു പോകുമല്ലോ, അത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. നടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രാക്ടിക്കലല്ല. കാരണം കുന്നും പ്രദേശമാണ് നമ്മുടെ ഇവിടെ, നിരന്ന സ്ഥലത്തോട് നടക്കണം എന്ന് പറയാം. അപ്പോൾ ആ നടപ്പ് ശരിയാവില്ല. അപ്പോൾ രാത്രിയും പകലുമൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ ആരും അറിയാനും കാണാനും പോകുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസ് പ്രാക്ടീസ് എൻ്റെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി നാളെ ഉച്ചയ്ക്ക് ശേഷം അത് വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. ഡാൻസ് മാത്രമല്ല, എന്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി വളരെ മോശം. അതാ പറയാൻ വന്നത്, ഇന്നെനിക്ക് തീരെ വയ്യ. അത് കാരണം പുറം വേദനയും നടുവേദനയും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ആ ഡാൻസ് നാളെ കളിക്കും. ആദ്യം അങ്ങനെയാണ്. അത് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ശരീരത്തിന്. കാലുവേദന, കാലിൻ്റെ മസിൽസൊക്കെ, പിന്നെ നടു പുറം ഒക്കെ വേദനകളായിരിക്കും. അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഇത് പക്ഷേ അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ മാറ്റം വരും. ഈ ജിമ്മിലൊക്കെ ഫസ്റ്റ് പോകുന്ന കുട്ടികളുണ്ടല്ലേ, ഭയങ്കര വേദനയായിരിക്കും, അനങ്ങാൻ പറ്റാതെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് ഇത്. അപ്പോൾ എന്നെപ്പോലെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന അമ്മമാർ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ കുറച്ച് നാളും കൂടി ആരോഗ്യത്തോടും ആയുസ്സോടും കൂടിയിട്ടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ആ ഡാൻസ് കാണാം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ.